السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിൽ ബദറിന്റെ തഫ്സീറുൻ നാസിക് ബി അഹ്കാമിൽ മനാസിക് അലാ ലൗഇൽ കിതാബി വസ്സുന്ന വൽ മഅ്സൂരി അനിസ് സ്വഹാബ എന്ന ഹജ്ജിന്റെ മനാസിക്കുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകം 4 ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഒന്ന്, ഹജ്ജിന് പോകുന്നവർ, ഹജ്ജിന് പുറപ്പെടുന്നവർ പാലിക്കേണ്ട അദബുകൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്. രണ്ടാമത്, ഹജ്ജിന്റെ ശുറൂത്തുകൾ, അതുപോലെ തന്നെ അർക്കാനുകൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്. പിന്നീട് ഹജ്ജിന്റെ വാജിബാത്തുകൾ വിവരിക്കുന്ന ക്ലാസ്. അതിൽ തന്നെ മഹ്ലൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് മഹ്ലൂറാത്തുൽ ഇഹ്റാമിന്റെ പൂർത്തീകരണം. ഇപ്പൊ 4 കാര്യങ്ങൾ നമ്മളിപ്പോ ഹജ്ജിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒന്ന്, ഹജ്ജിന്റെ ഷർത്തുകൾ എത്രയാണ്? 5. സ്ത്രീക്കാണെങ്കിൽ 6. ഏതൊക്കെയാണത്? മുസ്ലിം ആകുക, ആഖിലാവുക. മുസ്ലിം എന്ന കാഫിറിന് ഹജ്ജില്ല. ആഖിലാകണം എന്ന് പറഞ്ഞാൽ മജ്നൂന്, ഭ്രാന്തന് ഹജ്ജില്ല. പിന്നെ ബാലിഗ്, ബാലിഗ് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തും. അപ്പൊ കുട്ടിക്ക് ഹജ്ജ് ചെയ്യാൻ സഹീഹാകും, പക്ഷേ പ്രായപൂർത്തി ഹജ്ജ് ചെയ്യണം. പിന്നെ സ്വതന്ത്രനാകണം, അടിമയാൻ പറ്റില്ല. അടിമക്ക് ഹജ്ജ് ചെയ്യാം, പക്ഷേ സ്വതന്ത്രനായ പിന്നെ വേറെ ഹജ്ജ് ചെയ്യണം. പിന്നെ ഖാദിർ, അത് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. പെണ്ണിന് 6ാമതൊരു ഷർത്ത് കൂടിയുണ്ട്, മെഹ്റം വേണം. ഇതാണ് 6 ഷർത്ത്. പിന്നെ അതിന്റെ റുക്നുകൾ, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഇഹ്റാം, തവാഫ്, സഅയ്, അറഫയിൽ നിൽക്കല്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ പ്രവേശിക്കൽ, നുസുക്കിൽ പ്രവേശിക്കല്. പിന്നെ തവാഫ്, സഅയ്, അറഫയിൽ നിൽക്കല്. ഇതാണ് എന്ത് പറയാ? അർക്കാനുകൾ എന്ന് പറയാ. പിന്നെ വാജിബാത്തുകളുണ്ട്. വാജിബാത്തുകൾ നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ. എത്ര? 7 എണ്ണം. അത് ഓർമ്മയുണ്ടോ? നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹാജി ഇത് മനസ്സിലാക്കിയിരിക്കണം. എല്ലാം ഒരുപോലെയല്ല. ചിലത് ഒഴിവായി പോയാൽ പരിഹരിക്കാൻ പറ്റും, ചിലത് ഒഴിവായി പോയാൽ പരിഹരിക്കാൻ പറ്റില്ല. മുസ്തഹബായിരിക്കും, ചിലത് ചെയ്തില്ലെങ്കിലും കുറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാതെ മൊത്തത്തിൽ അജ്ജങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏതൊക്കെയാണ് ഓർമ്മ? 7 എണ്ണമാണ്. ഒന്ന്, ഇഹ്റാം മീഖാത്തിൽ നിന്നാകണം. ഇഹ്റാം റുക്നാണ്, പക്ഷെ മീഖാത്തിൽ നിന്നാകുക എന്നുള്ളത് വാജിബാണ്. അതൊഴിവായാൽ, വാജിബിന്റെ പ്രത്യേകത എന്താ? അത് ഒഴിവായി പോയാൽ ഒരു പ്രായശ്ചിത്തം കൊടുത്തിട്ട് പരിഹരിക്കാൻ പറ്റും. അപ്പൊ അത് ഇഹ്റാം മിനൽ മീഖാത്ത്. രണ്ടാമത്തത് മുടിയെടുക്കൽ. ഹജ്ജിനായാലും ഉംറക്കായാലും അത് വാജിബാണ്. ഒരാൾ മുടിയെടുത്തില്ലെങ്കിൽ എന്താവും? ഫിദിയ കൊടുക്കണം. മൂന്നാമത്തേത്, അറഫയിൽ പകല് നിന്നവൻ സൂര്യാസ്തമയം വരെ മഗ്രിബ് ആവോളം നിൽക്കൽ. രാത്രി അതിന്റെ ശേഷം വന്നവന് പിന്നെ പ്രശ്നമല്ല, കുറച്ചു നേരം നിന്നിട്ട് പോയാൽ മതി.
നാലാമത്തത് മുസ്ദലിഫയില് രാപ്പാർക്കല്. അൽ മബീത്തു ബി മുസ്ദലിഫ. 5 ജംറയിലെറിയ റമ്യു ജംറത്തിൽ അഖബ. അത് 10ന്റെ അന്ന് ഒരു ജംറക്കെറിയ, 11നും 12നും 13 ജംറക്കും എറിയല് അതിന്റെ സമയത്ത്. പിന്നെ 6ാമത്തേത് മിനയിൽ താമസിക്കല്, മിനയിൽ രാപ്പാർക്കല്. അയ്യാമുത്ത ശരീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കല്. അത് നേരത്തെ പോരുന്നവർക്കാണെങ്കിൽ 2 രാത്രി ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് 3 രാത്രി ഉണ്ടാവും. 7ാമത്തത് തവാഫുൽ വിദാ. ഈ 7 എണ്ണവും എങ്ങനെങ്കിലും വിട്ടുപോയാൽ, മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൊണ്ടോ എന്തൊക്കെ ആട്ടെ, എന്തുകൊണ്ട് വിട്ടുപോയാലും എന്ത് ചെയ്യണം? ഒരു അറവ് നൽകിയ ഫിദിയ നൽകണം. പിന്നെ മുസ്തഹബാത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയായി? ഷുറൂത്ത്, അർക്കാന്, വാജിബാത്ത്. ഇനി മനസ്സിലാക്കേണ്ടത് മഹ്ലൂറാത്തുൽ ഇഹ്റാമാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ 9 എണ്ണം ഉണ്ട്. മുസ്തഹബാത്ത് പിന്നെ കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുസ്തഹബാത്ത് തവാഫിന് ഇറങ്ങുമ്പോൾ ഇൽത്തിബാ, വലത്തെ ചുമൽ ഒഴിവാക്കല്, റമല്, തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. എങ്ങനെ? അത് വരില്ല ഇതില്. ഓരോ കർമ്മങ്ങളും ഇതില് നമ്മളിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് വിവരിക്കും. വലിയർക്കലൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. അത് ചെയ്യൽ വാജിബായ കാര്യങ്ങളിൽപ്പെട്ടാണ്. ഏത് ചോദിച്ചാൽ നിങ്ങൾ ദബഹ. അത് 10ന്റെ അന്നത്തെ കർമ്മങ്ങളിൽ പെട്ടതാണ്. അത് വാജിബിൽ എണ്ണീട്ടില്ല. മഹദൂറാത്തുൽ ഇഹ്റാം പറയാം. മഹദൂറാത്തുൽ ഇഹ്റാം മുടിയെടുക്കല്, പിന്നെ നഖം മുറിക്കല്, സുഗന്ധം ഉപയോഗിക്കല്, ഭാര്യ ഭർത്തൃബന്ധം അല്ലെങ്കിൽ പിന്നെ സംയോഗത്തിന് താഴെയുള്ള മറ്റ് ആശ്ലേഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ. പിന്നെ മുഹരിമായ പുരുഷൻ തല മറക്കല്, മുഖം മറക്കലും. പിന്നെ വസ്ത്രം ധരിക്കല്, ശരീരത്തിന്റെ ഇതിനനുസരിച്ച് തുന്നിയ വസ്ത്രം ധരിക്കല്. പിന്നെ വേട്ടയാടല്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലേ? വേട്ടയാടൽ, അത് കരയിലുള്ള വേട്ടമൃഗത്തെ കൊല്ലല്, ഖത്ലു സയ്യിദുൽ ബർ. അവിടെ നമ്മുടെ ഹറമിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഖദുൻ നിക്കാഹ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? മഹ്ലൂറാത്തുൽ ഇഹ്റാം. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന് ഷുറൂത്ത്, ഒന്ന് അർക്കാന്, 3ാമത്തെ വാജിബാത്ത്, 4ാമത്തെ മഹ്ലൂറാത്തുൽ ഇഹ്റാം. ഷുറൂത്ത്, അർക്കാന്, വാജിബാത്ത്, മഹ്ലൂറാത്തുൽ ഇഹ്റാം, പിന്നെ മുസ്തഹബാത്ത്. ഈ 5 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇത്രയും സമയത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ വിശദമായ ഇതിലേക്ക് കടക്കുകയാണ്. അതൊക്കെ മുസ്തഹബ് മാത്രമേ ഉള്ളൂ. ദുൽഹജ്ജ് 8-ന് മിനയിൽ താമസിക്കലും മുസ്തഹബ് മാത്രമാണ്. ഒക്കെ വരും, ഇതിൽ വരും. ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊക്കെ. സിഫത്തുൽ ഉംറത്തി വൽ ഹജ്ജ് ഇജ്മാലൻ വ തഫ്സീലൻ. ഹജ്ജിന്റെയും ഉംറയുടെയും രൂപം അത് മൊത്തത്തിൽ ആദ്യം പറയും, പിന്നെ വിശദമായിട്ട് പറയാം. അങ്ങനെയാണ് ഷെയ്ഖ്. സിഫത്തുൽ ഉംറത്തി ഇജ്മാലൻ അൻ യുഹരിമ ബിഹാ മിനൽ മീഖാത്തി വയതൂഫ ബിൽ ബൈത്തി വയസ്ആ ബൈന സഫാ വൽ മർവ ثم يحلق او يقصر ويكون ഇഹ്റാമു അഹ്ലി മക്ക ലിൽ ഉംറത്തി മിൻ ഖാരിജിൽ ഹറം. ഉംറയുടെ മൊത്തത്തിലുള്ള രൂപം എന്ന് പറഞ്ഞാൽ മീഖാത്ത് നിന്ന് ഇഹ്റാം ചെയ്യുക, തവാഫ് ചെയ്യുക, സഈ നടത്തുക, എന്നിട്ട് മുടിയെടുക്കുക. മക്കക്കാര് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിലെ ഹുദൂദ് ഹറമിനുള്ളിൽ താമസിക്കുന്ന ആള് പുറത്തുനിന്നാണ്. വസിഫത്തുൽ ഹജ്ജ് ഇജ്മാലൻ. ഹജ്ജിന്റെ രൂപം ചുരുക്ക രൂപം പറയുകയാണെങ്കിൽ യുഹരിമ ലാഫാഖിയു ബിഹി മിനൽ മീഖാത്തി വയുഹരിമു ബിഹി അഹ്ലു മക്ക വൽ മുഹില്ലൂന ബിഹാ മിനൽ ലാഫാഖിയ്യന മിൻ മക്ക
വയതൂഫുൽ ഖാരിനു വൽ മുഫ്രിദു ലിൽ ഖുദൂമി വയസ്അയാനി ബൈന സഫ വൽ മർവ വലഹുമാ അൻ യുഅഖിറ അസ്സഅയ ലിയതിയാ ബിഹി ബഅദ തവാഫിൽ ഇഫാള. മനസ്സിലായില്ലേ? പുറത്തുനിന്ന് വരുന്ന ആള് മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അതായത് മീഖാത്തുകളുണ്ടല്ലോ നിശ്ചയിച്ചെന്നേ, കർനുൽ മനാസിൽ, അതാണ് ഇപ്പോഴത്തെ തായിഫിലുള്ള സൈലുൽ കബീർ എന്ന് പറയുന്നത്. അതിന്റെ നേരത്തെ സൈലുൽ സഖീർ, അത് അതിന്റെ നേരെയുള്ള സ്ഥലമാണ്. രണ്ട് മീഖാത്തുണ്ടല്ലോ, ഒന്നുള്ളൂ. ഒന്നിന്റെ നേരെ ഇപ്പുറത്തെ റോട്ടിലും ഉണ്ടല്ലോ മീഖാത്ത്. സൈലുൽ കബീർ ശരിക്കും കർനുൽ മനാസിലാണ്, നജിദുകാർക്കുള്ളതാണത്. നജിദ് ഭാഗത്ത് നിന്ന് വരുന്നത്, യമന്റെ നജിദും സൗദിന്റെ നജിദും ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണ്. പിന്നെ യലംലം, അബിയാർ അലി എന്ന് പറയുന്ന ദുൽഹുലൈഫ, പിന്നെ ഷാമുകാർക്കുള്ള ജുഹ്ഫ, ഇറാഖുകാർക്കുള്ളത് ആഫ്രിക്ക. ഇങ്ങനെ വരഞ്ഞു നോക്കുക. ഈ മീഖാത്തിന് പുറത്തുള്ളവരൊക്കെ എവിടുന്ന ഇഹ്റാം ചെയ്യേണ്ടത്? മീഖാത്തിലൂടെയാണ് വരുമ്പോഴാണ് അവർ ഇഹ്റാം ചെയ്യേണ്ടത്. നേരെയുള്ള സ്ഥലം, ഇത് നേരെയുള്ള സ്ഥലം. പിന്നെ മക്കക്കാര് അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇഹ്റാം തന്നെ ഉംറ ചെയ്ത് തഹല്ലുലായി ഇവിടെ താമസിക്കുന്ന ആളുകളും ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ അവരെ താമസ സ്ഥലത്തു നിന്നാണ്. എന്നിട്ട് കാരിനായും മുഫ്രിദായും മുത്തമത്തിയായി ഇങ്ങനെ 3 രൂപത്തിലുണ്ടല്ലോ. അപ്പൊ കാരിനായും മുഫ്രിദായും, അത് ഖിറാനും ഇഫ്രാദും ചെയ്യുന്ന ആളുകൾ ആദ്യം വന്നിട്ട് ഖുദൂമിന്റെ തവാഫ് ചെയ്യുക. പിന്നെ ഹജ്ജിന്റെ സഅയ് മുൻകൂറായിട്ട് അവർക്ക് ചെയ്യാം. ഇപ്പൊ ഹജ്ജ് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ ഖിറാനിന് ഒരാൾ വന്നാൽ ഉംറയിൽ നിന്ന് ഒഴിവാകാതെ നിൽക്കുമല്ലോ ഹജ്ജ് വരെ, അതിനാണ് ഖിറാൻ. അല്ലെങ്കിൽ ഇഫ്രാദിന് ഒരാൾ ഹജ്ജിന് വന്നു, ദുൽഹജ്ജ് 8-ന്റെ അന്ന് വന്നാൽ രാവിലെ വന്നിട്ട് അയാൾ തവാഫും സഅയും ചെയ്തിട്ട് പോവാണ്. ആ സഅയ് ഹജ്ജിനും കൂടിയുള്ള സഅയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ സഅയ് നീട്ടി വെക്കാം, തവാഫുൽ ഇഫാദൊക്കെ ശേഷം ചെയ്താലും മതി. ഇങ്ങനെ സൗകര്യം ഉണ്ടായിരിക്കും ഖിറാനും ഇഫ്രാദും ചെയ്യുന്ന ആളുകൾക്ക്. വയകൂനൽ ഹുജ്ജാജ് ഫിൽ യൗമി സാമിനി വലൈലത്ത താസി ബിമിനൻ. ദുൽഹജ്ജ് 8-ന് മിനായിലേക്ക് പോകും, അന്ന് രാത്രി അവിടെ കഴിച്ചു കൂട്ടും. സുമ്മ യഅ്തിൽ ഹാജ് ബിൽ വുഖൂഫ് ബി അറഫ വൽ മബീത്ത് ബി മുസ്ദലിഫ. പിന്നെ ഹാജി അറഫയിൽ നിൽക്കും, രാത്രിയിൽ മുസ്ദലിഫയിൽ ലാപ്പാർക്കും. വയർമി ജംറത്തുൽ അഖബ യൗമുൽ ഈദ്. യൗമുൽ ഈദിന്റെ അന്ന് അഖബയിൽ എറിയും. വയൻഹറു ഹദിയഹു, തന്റെ ബലിമൃഗത്തെ അറുക്കും. ഇൻകാന അലൈഹി ഹദിയുൻ, ഹദി നിർബന്ധമാണെങ്കിൽ. മുത്തമത്തിനെ നിർബന്ധമുള്ളൂ, അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇറക്കാം. മുത്തമത്തിനും ഖാരിനും എന്താണ് അറവ് നിർബന്ധമാണ്. തമത്തുആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഉംറ ചെയ്ത് തഹല്ലുലായി ഇവിടെ താമസിച്ചിട്ട് പിന്നെ ദുൽഹജ്ജ് 8-ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആള്, ഖാരിനായ ആള്, രണ്ടും ഒരുമിച്ച്. മക്കയിലുള്ളവർ എവിടെയും പോകേണ്ടതില്ല, അവരെവിടെ താമസിക്കണം അവിടെ തന്നെയാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. വയഹ്ലിഖു റഅസഹു വയുഖസ്സിറഹു, അങ്ങനെ 10-ന്റെ അന്ന് അറവ് നടത്തുക, മുടിയെടുക്കുക, ഒന്നുകിൽ വടിക്കുക അല്ലെങ്കിൽ മുറിക്കുക. വയതൂഫ് തവാഫുൽ ഇഫാള, അന്ന് തന്നെ തവാഫുൽ ഇഫാള ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്യുക. വയസ്അ ബൈന സഫ വൽ മർവ, അന്ന് തന്നെ ഹജ്ജിന്റെ സഅയും ചെയ്യുക. ഇൻകാന മുത്തമത്തി ആണെങ്കിൽ, തമത്തുആയി ഹജ്ജ് ചെയ്യുന്ന ആളാണെങ്കിൽ. വകദാൽ ഖാരിൻ വൽ മുഫ്രിദു ഇദാ ലം യസ്അയ മഅ തവാഫിൽ ഖുദൂം, തവാഫുൽ ഖുദൂമിന്റെ ഒപ്പം സഅയ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും എന്ത് ചെയ്യണം? തവാഫുൽ ഇഫാളക്ക് ശേഷം എന്ത് ചെയ്യണം? സഅയ്, ഹജ്ജിന്റെ സഅയും നടത്തണം. തുമ്മ യബീതു ബിമിനാ ലയാലി അയ്യാമു തശ്രീഖ്, പിന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസം മിനായിൽ താമസിക്കണം. വയർമിൽ ജമറാത്തി 3 അയ്യാമു തശ്രീഖ് ബഅദ സവാൽ. മാത്രമല്ല അയ്യാമു തശ്രീഖിന്റെ ദിവസം, അതൊക്കെ ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസത്തിനാണ് എന്താ പറയാ അയ്യാമു തശ്രീഖ്. അന്ന് സൂര്യൻ മധ്യത്തിൽ തെറ്റിയ ശേഷം, അതായത് ലൊഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം അന്ന് എറിയാൻ പാടുള്ളൂ. 10-ന്റെ അന്ന് രാവിലെ എറിയാം, വൈകുന്നേരം വരെ എറിയാം, രാത്രി വരെ എറിയാം. തുമ്മ യുവദ്ദുൽ ബൈത്ത, പിന്നെ തവാഫുൽ വദാഇ ചെയ്യുക. ഇൻദമാ യുരീദു മുഗാദറത മക്ക, മക്ക വിടാൻ പോകുമ്പോൾ ബിസബഅത്തി അശ്വാത്ത്. ഇതാണ് ഇപ്പൊ ഹജ്ജിന്റെ 7 ചുറ്റാണ് ഒരു തവാഫ്. ഇതാണ് ഹജ്ജിന്റെ ചുരുക്കത്തിലുള്ളത്. ഇനി വഅമ്മ തഫ്സീലു അഅമാലിൽ ഉംറ വൽ ഹജ്ജ് ഫഫീമാ യലി, ഹജ്ജിന്റെ ഉംറയുടെയും വിശദമായ രൂപം താഴെ വിവരിക്കുന്നു. 1 അൽ ഇസ്തിഅദാദു ലിൽ ഇഹ്റാം. നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്തൊക്കെ ഷുറൂത്തും വാജിബാത്തും മുസ്തഹബാത്തും മഹ്ലൂറാത്തും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി വിശദമായ രൂപത്തിലേക്ക് കടക്കുമ്പോൾ ഓരോന്നും നമ്മളത് അപ്ലൈ ചെയ്യണം. എവിടേക്കാണ് ഷർത്ത്, അല്ല എവിടേക്കാണ് വാജിബ്, എവിടേക്കാണ് റുക്ന് എന്നൊക്കെ മനസ്സിലാക്കണം. ഇഹ്റാമിന് വേണ്ടി തയ്യാറെടുക്കൽ, അൽ ഇസ്തിഅദാദു ലിൽ ഇഹ്റാം.
إذا أراد المسلم العمرة أو الحج وكان سفره بالسيارة من أماكن قريبة من المواقيت كالمدينة فيمكنه الاستعداد للإحرام وهو في منزله. ഒരു മുസ്ലിം ഉംറയോ ഹജ്ജോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മീഖാത്തിനടുത്ത സ്ഥലത്ത് അയാൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് തന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാം. നമ്മൾ മദീനത്തൊക്കെ പോരുമ്പോൾ അങ്ങനെയാണല്ലോ, റൂമിൽ തന്നെ കുളിച്ച് ഒക്കെ വൃത്തിയായി റെഡിയായി ഇഹ്റാമൊക്കെ മാറ്റിയിട്ട് വരും. ഫയഖുദു മാ യഹ്താജു ഇലാ അഖദിഹി കതഖലീമിൽ അൽഫാരി വഖസ്സി ശാരിബ് വഹൽക്കിൽ ആന വനത്ഫിൽ ലിബ്തൈനി വല്ലിഗ്തിസാൽ ലിഹ്റാം വത്തീബ് വലബ്സിൽ ലിസാരി വജിദ സുമ്മ യഹ്രിമു മിനൽ മീഖാത്ത്. നഖം മുറിക്കുക, അതുപോലെ തന്നെ കക്ഷത്തും അതുപോലെ ഗുഹ്യസ്ഥാനത്തൊക്കെ ഉള്ള രോമങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ മീശ വെട്ടുക. കക്ഷത്തിലുള്ളത് പറിക്കാൻ കഴിയുമെങ്കിൽ പറിക്കുക, അല്ലെങ്കിൽ പിടിക്കുക. പിന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. കാരണം ഇഹ്റാം പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം പറ്റൂല. വലബ്സിൽ ലിസാർ, എന്നിട്ട് വസ്ത്രം മാറ്റുക, 2 വസ്ത്രം എടുക്കുക. എന്നിട്ട് മീഖാത്തിൽ വന്നിട്ട് ഇഹ്റാം ചെയ്യുക. وإذا كان الإحرام بعد دخول 10 ذي الحجة وهو يريد أن يضحي فلا يأخذ من عند الإحرام من شعره وأظفاره شيئا. ദുൽഹജ്ജ് വന്നതിന് ശേഷമാണ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അയാൾക്ക് ഉളഹിയത്തുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇഹ്റാമിന് വേണ്ടി നഖവും മുടിയൊന്നും എടുക്കാൻ പാടില്ല. കാരണം അത് വിശദമായിട്ട് നബി പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. എന്താ ഹദീസ്? ഉമ്മു സലമന്റെ ഹദീസ് നമ്മൾ കേട്ടില്ലേ? ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ, നിങ്ങൾ ദുൽഹജ്ജിന്റെ പിറവി കണ്ടാൽ, വഅറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങളൊരാളുടെ ഉളഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫൽയുംസിക് അൻ ശഅരിഹി വഅൽഫാരിഹി, അയാളുടെ മുടിയും നഖവും എടുക്കൽ നിർത്തട്ടെ, പിന്നെ എടുക്കാൻ പറ്റില്ല. റവാഹു മുസ്ലിം. അപ്പൊ ആ ഹാജി അയാൾക്ക് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാളത് ചെയ്യാൻ പാടില്ല. അയാൾക്ക് പിന്നെ 10ന്റെ അന്ന് എടുക്കാം. അന്ന് പറവ് നടത്തിയിട്ടില്ലെങ്കിലും 10ന്റെ അന്ന് ഹജ്ജിന്റെ കർമ്മം നിലനിൽക്ക് മുടിയെടുക്കുന്നതിന് കുഴപ്പമില്ല. ولا يدخل في ذلك تقصير الرأس عند انتهاء من العمرة في العشر ഉണ്ടോ, لأن ذلك واجب من واجبات العمرة. അപ്പോൾ അതുപോലെ തന്നെ ഉംറ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഈ ദുൽഹജ്ജിൽ ഉംറ ചെയ്യുകയാണെങ്കിലും മുടിയെടുക്കുന്ന സമയത്ത് മുടിയെടുക്കാന്നല്ലാതെ ഇഹ്റാം പ്രവേശിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ രോമങ്ങളൊന്നും എടുത്തു കളയാൻ പാടില്ല. وإذا مر بالميقات وقد جاء من مكان بعيد كاليمني الذي مر بيلملم فإنه ينزل فيه ويستعد للإحرام بالاغتسال وأخذ ما يحتاج إلى أخذه ولبس الإزار والرداء ثم الإحرام منه. എന്നാൽ കുറച്ച് ദൂരമുള്ള ആളാണ്, മീഖാത്തിന് തൊട്ടടുത്തല്ല, മീഖാത്തിന് കുറച്ച് ദൂരാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മീഖാത്തിൽ ഇറങ്ങണം. ഉദാഹരണമായിട്ട് യമനിൽ നിന്ന് വരുന്ന ആൾ യലംലമിൽ ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, ഇഹ്റാമിന് വേണ്ടി തയ്യാറെടുക്കണം. മീഖാത്തിന് ഒരേ ദൂരം വരുന്നപോലെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുളിക്കുക, എടുക്കേണ്ടതൊക്കെ എടുക്കുക, എന്നിട്ട് വസ്ത്രം മാറ്റിയിട്ട് അവിടുന്ന് ഇഹ്റാം ചെയ്യാം. വലിമൻകാന സഫറുഹു ബിത്വായിറൻ യസൈദൽ ഇഹ്റാം ഫയഗ്തസിലു വയൽബസ് ഇസാർ വജിദ വഹുവ ഫി ബലദിഹി സുമ്മ യഹ്രിം ഇദാ ഹാദൽ മീഖാത ഖർബ മിന്നു. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പ്ലെയിനിലാണ് വരുന്നത്, വളരെ ദൂരാണ്. പക്ഷെ അവർക്ക് മീഖാത്തിൽ ഇറങ്ങാൻ കഴിയൂല. അപ്പോൾ അവരെന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എവിടുന്നാണെങ്കിലും കുളിച്ചൊക്കെ റെഡിയായി വസ്ത്രം മാറ്റിയിട്ട് കയറും. എന്നിട്ട് ഇവിടെ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് മീഖാത്ത് എത്തി എന്ന അനൗൺസ്മെന്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും നമ്മൾ നോക്കിയിട്ട് 3/4 മണിക്കൂർ മുമ്പ് ഏതാണ്ട് ഇവിടെ മീഖാത്തിനടുത്തെത്തും. നേരെ വരുമ്പോൾ അവിടുന്ന് തൽബിയത്ത് തുടങ്ങുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തന്നോ പറഞ്ഞിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതാണ് ഇപ്പോൾ ഇഹ്റാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഷാഫി മദ്ഹബ് എന്താ ചെയ്യുക, പോലെ അവിടുന്ന് തൽബിയത്ത് അല്ലേ പ്ലെയിനിൽ കയറുക. എന്നാ പിന്നെ മൂല്യർക്ക് അങ്ങ് ഉറങ്ങാലോ, ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ ചെയ്തതനുസരിച്ച് ഏറ്റവും നല്ലത് ഒന്നുകിൽ മീഖാത്തിലെത്തുക, അല്ലെങ്കിൽ മീഖാത്തിന് നേരെ വരിക, മീഖാത്തിന് അടുത്തെത്തുക. ഇപ്പൊ പ്ലെയിനിലൊക്കെ ആകുമ്പോൾ കൃത്യം ആവില്ലല്ലോ. അപ്പൊ ഏതാണ്ട് മറികടക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പ് എന്ത് ചെയ്യാം എന്നല്ലാതെ വളരെ നേരത്തിന് അവിടെ നിന്ന് ചെയ്യുന്നത് മദ്ഹബ് അനുസരിച്ചും ശരിയല്ല. ഇനി അൽ ഇഹ്റാം, എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹുവ നിയ്യത്തു ദുഖൂലി ഫി നുസുഖ്, ഹജ്ജിന്റെയോ ഉംറയോ കർമ്മങ്ങളിൽ പ്രവേശിക്കാനുള്ള നിയ്യത്തിനാണ് ഇഹ്റാം എന്ന് പറയാ. വലാ യകൂനു മുഹരിമൻ ഇല്ലാ ബി നിയ്യത്തി ദുഖൂലി ഫീഹി. കണ്ടോ, ഒരാൾ മുഹരിമാവുകയില്ല ഈ നിയ്യത്തോടു കൂടിയല്ലാതെ.
ഹജ്ജ് കർമ്മങ്ങളിൽ ഉംറ കർമ്മത്തിൽ പ്രവേശിക്കാനുള്ള നിയ്യത്തിനാണ് ഇഹ്റാം എന്ന് പറയുക. കാരണം എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വഅമ്മാ ലബ്സുൽ ലിസാരി വദ്ദിദാഇ ബിദൂനി നിയ്യത്തിൻ ഫലൈസ ബിഹറാം. ഒരാള് ഒരു തുണി എടുത്തു, ഒരു പൊതിയും ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി, പക്ഷേ നിയ്യത്തില്ലെങ്കിൽ ഇഹ്റാമാകുമോ? ആവില്ല. വൈന്നമാവു ഇസ്തിഅദാദുൽ ഇഹ്റാം, അത് ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കം മാത്രമേ ആവുള്ളൂ. ഫയൻവി ബിഖൽബിഹി നുസുക അല്ലദീ യുരീദു, താൻ ഉദ്ദേശിക്കുന്ന എന്താണോ, ഉംറയാണോ, ഉംറ അല്ല ഹജ്ജാണോ, അല്ല ഹജ്ജ് ഉംറയും കൂടിയാണോ, ഇതെല്ലാം അയാൾ മനസ്സിൽ കരുതണം. ഫൈനറാദ തമത്തുഅ നവാ ഉംറത്തൻ, തമത്തുആയ ഹജ്ജാണെങ്കിൽ ആദ്യ ഉംറക്കാണ് ഇഹ്റാം ചെയ്യേണ്ടത്, നിയ്യത്ത് ചെയ്യേണ്ടത്. വൈനറാദൽ ഇഫ്രാദ നവാ ഹജ്ജൻ, ഇഫ്രാദാണെങ്കിൽ ഹജ്ജ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യണം. വൈനറാദൽ ഖിറാന, ഖിറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നവാ ഹജ്ജൻ വ ഉംറത്തൻ, ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്യണം. ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്യണം. വഹാദാ ഫീമാ ഇദാ മർറ ബിൽ മീഖാത്തി ഔ ഹാദാഹു ബർറൻ ഔ ജൗവൻ ഔ ബഹറൻ ഫി അശ്ഹുരിൽ ഹജ്ജ്. മീഖാത്തിനടുത്തുകൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ മീഖാത്തിന് നേരെ വരികയോ ചെയ്യുമ്പോൾ, അത് കരയിലൂടെ ആകട്ടെ, കടലിലൂടെയാകട്ടെ, അല്ലെങ്കിൽ വായുമാർഗമാകട്ടെ, ഹജ്ജിന്റെ മാസങ്ങളിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ഹജ്ജിന്റെ മാസങ്ങൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശവ്വാൽ, വദുൽ ഖഅദ വൽ അശ്റുൽ അവ്വൽ മിൻ ദുൽഹിജ്ജ, ആദ്യത്തെ 10 ദിവസം ദുൽഹജ്ജും. അപ്പോൾ 7 ദിവസം നമ്മൾ കഴിഞ്ഞവർ പറഞ്ഞ ഓർമ്മല്ലേ. വഅമ്മാ ഇദാ മർറ ബിഹി ഔ ഹാദാഹു ഫി ഗൈരി അശ്ഹുരിൽ ഹജ്ജ്, എന്നാൽ ഹജ്ജിന്റെ മാസങ്ങളിൽ അല്ലാതെ ഒരാൾ മീഖാത്തിനടുത്തോടി പോവുകയോ അല്ലെങ്കിൽ മീഖാത്തിന് നേരെ വരികയോ ചെയ്താൽ ഫൈന്നഹു യൽബിൽ ഇഹ്റാം ബിൽ ഉംറ, അയാൾ ഉംറക്കാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് ഹജ്ജിന്റെ മാസങ്ങളിലാണ്. വലാ അലാഖത്ത് ലിഹാദിൽ ഉംറത്ത് ബിൽ ഹജ്ജ്, അയാൾ ഒരുപക്ഷെ ആൾക്കല്ല ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, പക്ഷെ നേരത്തെ തന്നെ അയാൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അയാൾ ആ ചെയ്യുന്ന ഉംറയ്ക്ക് ഹജ്ജുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ മുത്തമത്തി ആയ ആള് എങ്ങനെ? റമദാനിന് ശേഷം ഉംറ ചെയ്യണം, എന്നിട്ട് ആ കൊല്ലം തന്നെ ഹജ്ജ് ചെയ്യണം. അപ്പോഴെന്താകുള്ളൂ? മുത്തമത്തി ആകുള്ളൂ. അത് അശ്ഹുറുൽ ഹജ്ജിൽ ഉംറ ചെയ്യണം. തമത്തു പക്ഷെ മക്കക്കാർക്ക് അറിവില്ല, അതുകൂടെ വരുന്നുണ്ട്. വയുസ്തഹബ്ബു ലഹു അൻ യതഫലഫള ബിമാ നവാ, നിയ്യത്ത് ചെയ്ത കാര്യം പറയൽ നല്ലതാണ്. അത് ഹജ്ജിന് മാത്രമുള്ള ഒരു സംഗതിയാണ്. ഫയഖൂലു ലബ്ബൈക ഉംറതൻ എന്ന് പറയണം. നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മാത്രം പോരാ. ഔ ലബ്ബൈക ഹജ്ജൻ, ഞാനിതാ ഉംറക്കായി തയ്യാറെടുത്ത് വന്നിരിക്കുന്നു, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ ഉംറയുമായിട്ട് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ വിളിക്ക് ലബ്ബൈക്ക് എന്നതാണ്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. ഔ ലബ്ബൈക ഉംറത്തൻ വ ഹജ്ജൻ, ഖിറാനാണെങ്കിൽ ഞാൻ ഹജ്ജിനും ഉംറക്കും തയ്യാറെടുത്താ വന്നിരിക്കുന്നു. യഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ ഖാരിനൻ, നബി ഖിറാനായിട്ടാണ് ഹജ്ജ് ചെയ്തത്. വലബ്ബാബിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിനും ഉംറക്കും ഒന്നിച്ചാണ് നബി തൽബിയത്ത് ചൊല്ലിയത്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറതൻ, അല്ലെങ്കിൽ ഉംറതൻ വ ഹജ്ജൻ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നത് കേട്ടു, ലബ്ബൈക ഉംറതൻ വ ഹജ്ജൻ എന്ന്. മുസ്ലിം റിവായത്തിന്റെ ഹദീസാണ്. അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ഔ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ഔ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വ ഹജ്ജൻ എന്നിങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്, റസൂലിന്റെ ഹജ്ജിനെ പറ്റി നീണ്ട ഹദീസ്. അതെന്താ ഉള്ളത്? ഖദിംനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹന നഖൂൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ബിൽ ഹജ്ജ്. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു വന്നു ഹജ്ജിന് വേണ്ടി. ഞങ്ങൾ പറഞ്ഞെന്താ? അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു, ലബ്ബൈക ബിൽ ഹജ്ജ്. എല്ലാവരും ഹജ്ജിനെ അമർനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅൽനാഹ ഉംറതൻ, അവരൊക്കെ ഹജ്ജിനാണ് നബിയുടെ കൂടെ ഇഹ്റാം ചെയ്ത് കുറേ സഹാബികൾ. അപ്പൊ നബി ഞങ്ങളോട് കൽപ്പിച്ചു, ഇവിടെ മക്കത്തെത്തിയപ്പോൾ നിങ്ങളെ അത് ഫസ്ഖ് ചെയ്തിട്ട് അത് ദുർബലപ്പെടുത്തിയിട്ട് ഉംറയിലാക്കണം. തമത്തുഅന് വേണ്ടി നിർബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ബലിമൃഗം കൊണ്ടുവന്നിരുന്നു. ഹറമിന് പുറത്തുനിന്ന് ബലിമൃഗവുമായിട്ട് വരുന്ന ആൾക്ക് അപ്പൊ പിന്നെ അത് ഉംറയാക്കാൻ പറ്റൂല. അതുകൊണ്ട് നബി പറഞ്ഞു, ഞാൻ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ഈ ഹജ്ജിൻ ഒഴിവാക്കിയിട്ട് ഉംറയാക്കുമായിരുന്നു. കാരണം ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യുന്നത് ഏറ്റവും വലിയ തമ്മാടിത്തമായിട്ടാണ് ജാഹിലിയ കാലത്ത് കണ്ടിരുന്നത്. അത് തിരുത്താനാണ് നബി അവരെ കൊണ്ട്. അതുകൊണ്ട് പലർക്കും ഒരു വൈമനസ്യം ഉണ്ടായിരുന്നു. നബി നിർബന്ധിച്ചു. അതുകൊണ്ടാണ് ഈ തമത്തുആൻ അഫ്ളൽ എന്ന് പറയുന്നത്. അത് വരുന്നുണ്ട് ഇതില്, മനസ്സിലായില്ലേ? വലാ യതലഫളു ബിമാ നവാ ഫീ ഗൈരിൽ ഹജ്ജ് വൽ ഉംറതി കത്തവാഫി വസ്സഈ വസ്സലാത്തി വസ്സകാത്തി വസ്സിയാമി വഗൈരി ദാലിക്. മറ്റ് ഇബാദത്തുകൾക്കൊന്നും നിയ്യത്ത് ചെയ്ത കാര്യം ഉച്ചരിക്കൽ സുന്നത്തില്ല.
നാവുകൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തില്ല. ഉസല്ലി ഫർളുഹുജൊന്നും സുന്നത്തില്ലല്ലോ. അപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ നവൈത്തു അൻ അതൂഫ എന്നൊക്കെ പറയലുണ്ടോ? ഇല്ലല്ലോ. അവ സഈനോ നിസ്കാരത്തിനോ സക്കാത്തിനോ ഒന്നിനുമില്ല. ലിഅന്നഹു ലം യരിദ് ബിദാലിക സുന്നത്തുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ കാന ഖൈറൻ ലസബഖ ഇലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം മിൻ സലഫി ഹാദിഹിൽ ഉമ്മ. കാരണം ഇത് ഖൈറായിരുന്നുവെങ്കിൽ നബിയുടെ സഹാബികളും അതല്ലാത്ത സലഫു സാലികളൊക്കെ അത് ചെയ്യുമായിരുന്നു. മറ്റെല്ലാ ഇബാദത്തിനും അവർ ചൊല്ലിപ്പറയുമായിരുന്നില്ല. പക്ഷെ ഇവിടെയും യഥാർത്ഥത്തിൽ നിയ്യത്ത് ചൊല്ലിപ്പറയുന്നില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ നിയ്യത്തല്ലല്ലോ പറയണത്. നിയ്യത്ത് വേറെ തന്നെയാണല്ലോ. നവൈത്തു അൻ അതൂഫ, നവൈത്തു അൻ അഹുജ്ജ, നവൈത്തു അൻ അഅ്തമിറ ഒന്നും പറയുന്നില്ല. ഇതൊരു തക്ബീറത്തുൽ ഇഹ്റാം പോലത്തെ ഒരു പ്രവർത്തനമാണ്. എന്ത്? ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക അല്ലാഹു. പക്ഷെ ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിയ്യത്ത് തന്നെയാണെന്നാണ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാണല്ലോ. ഞാൻ ഹജ്ജാണ്, ഞാൻ ഉംറ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നിയ്യത്തിന്റെ സ്ഥാനത്ത് തന്നെയാണ്. ഇവിടെ മാത്രമേ ഉച്ചരിക്കലുള്ളൂ, മറ്റെവിടെയും ഉച്ചരിക്കലില്ല. ഇനി വലഹു, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തലഫുദു ബിന്നിയ്യത്തും അൽ ജഹ്റു ബിന്നിയ്യത്തും രണ്ട് വിഷയമാണ്. ഇപ്പോ മദ്ഹബിന്റെ ആളുകളൊക്കെ ചില കിതാബുകളിലൊക്കെ ഉണ്ട്, ഹൃദയത്തിലുള്ള നിയ്യത്തിന് ഒരു സഹായകമാകാൻ വേണ്ടി നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് കൂടി മുസ്തഹബാണ് എന്ന് ചില കിതാബിലുണ്ട്. പിൽക്കാലക്കാരായ ശാഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൻ യുസാഇദൽ ഖൽബ്, കൽബിലുള്ളതിനൊരു താങ്ങാകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പുറത്തേക്ക് കേൾക്കണമെന്നില്ല. അയാൾ അടുത്തുള്ള ആൾ കൂടി കേൾക്കാത്ത നിലക്ക് മനസ്സിൽ പറയാൻ, മനസ്സിലല്ല നാവുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ റുക്കോയിലും സുജൂദിലൊക്കെ ദിക്റിൽ പുറത്ത് അടുത്താൾ കേൾക്കുമോ? അങ്ങനെ പറയുകയാണെങ്കിൽ അത് ബിദ്അത്ത് എന്ന് പറയണ്ട, ഖിലാഫ് സുന്നയാണ്. അതേസമയത്ത് ഉച്ചത്തിൽ പറഞ്ഞ് അടുത്തുള്ളവർക്ക് തശ്വീഷ് ഉണ്ടാക്കൽ ജഹ്ർ, അത് എല്ലാവരും, അതിനൊരു തെളിവില്ല. ഉസല്ലി ഫർളുഹുരി അർബഅ റകഅത്തിൽ, അത് അടുത്തുള്ളവർക്ക് ഉണ്ടാക്കും. അപ്പൊ തലഫുദ് ബിന്നിയ്യത്ത്, നിയ്യത്ത് ഉച്ചരിക്കൽ, അത് പുറത്ത് ചുണ്ടെന്ന് പുറത്ത് കേൾക്കാത്ത രൂപത്തിൽ ഒരാൾ ഉച്ചരിക്കണം. ചില ആൾക്കാർ പറഞ്ഞാലും ശരിയായി കിട്ടുള്ളൂ. എങ്കിലും അയാൾ ചെയ്തോട്ടെ, സുന്നത്തിലില്ലാത്തൊരു സംഗതിയാണത്. അതേസമയം ബിദ്അത്ത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ ജഹ്റാക്കണന് ബിദ്അത്ത് എന്ന് പറയാവൂ എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും മറ്റേ സുന്നത്തിനെതിരാണ്. അത് പിൽക്കാലക്കാരായ ചില ആളുകൾക്ക് ഒസുവാസ് തീരൂല പറയാഞ്ഞാല്. അപ്പൊ അതിനുവേണ്ടി തലഫുദ് വേറെയാണ്, ജഹ്ർ ബിന്നിയ്യത്ത് വേറെയാണ്. ജഹ്ർ ബിദ്അത്താണെന്നുള്ളതിൽ എല്ലാവരും യോജിപ്പിലാണ്. തലഫുദ് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചില ആൾക്ക് ഹൃദയത്തിന് താങ്ങായിക്കൊണ്ട്, ഹൃദയത്തിലെ വിചാരത്തിനൊരു താങ്ങായിക്കൊണ്ട് നാവുകൊണ്ടൊന്ന് ഉച്ചരിക്കൽ സുന്നത്താണ്. ഇത് പലപ്പോഴും നമ്മൾ രണ്ടും കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഹജ്ജിൽ പ്രവേശിക്കുന്ന ആൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, രോഗമൊക്കെ ഉണ്ട്, ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അയാൾക്ക് ഷർത്ത് വെക്കാം. എനിക്ക് വല്ല തടസ്സം ഉണ്ടായാൽ ഞാൻ അവിടെ വെച്ച് ഒഴിവാകുന്നതാണ് എന്ന്. അതാണ് ഇനി പറയുന്നത്. വലഹു അൻ യസ്തരിത ഇൻദൽ ഇഹ്റാം, ഇഹ്റാമിന്റെ സമയത്ത് അയാൾക്ക് ഷർത്ത് വെക്കാവുന്നതാണ്. ഫയഖൂൽ ഫഇൻ ഹബസനി ഹാബിസുൻ ഫമഹില്ലി ഹൈസു ഹബസ്തനി, എനിക്ക് വല്ല തടസ്സവും എനിക്കുണ്ടായാൽ ഞാൻ എവിടെ വെച്ച് അല്ലാഹുവേ നീ എന്നെ തടഞ്ഞു വെച്ചോ അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകുന്നതാണ് എന്ന് ഷർത്ത് വെക്കാം. അതിന് തെളിവെന്താ? ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവിയുടെ ഹദീസാണ്. ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ളുബാഅ ബിൻത് സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ സുബൈറിന്റെ മകൾ ളുബാഅ, അവരടുത്ത് നബി പ്രവേശിച്ചു. ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്നി ഉരീദുൽ ഹജ്ജ വഅന ശാക്കിയ, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഹജ്ജ് ഉദ്ദേശിക്കുന്ന, പക്ഷേ ഞാൻ രോഗിയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജ്ജി വഷ്തരിതി അന്ന മഹില്ലി ഹൈസു ഹബസ്തനി, നീ ഹജ്ജ് ചെയ്തോ, നീ ഇങ്ങനെ ഷർത്ത് ചെയ്തോ, മഹില്ലി ഹൈസു ഹബസ്തനി, എവിടെ വെച്ച് പടച്ചോനെ നീ എന്നെ തടഞ്ഞു അവിടെ ആയിരിക്കും എന്റെ തഹല്ലുല് എന്ന് നീ ഷർത്ത് വെക്കുകയും ചെയ്തോ. ഇത് ബുഖാരി മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതിന്റെ ഫായിദ എന്താന്ന് ചോദിച്ചാല്, ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ്, അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടുന്ന് തന്നെ ഇഹ്റാമിന് ഒഴിവാകാം, ഒന്നും കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ അങ്ങനെ ഷർത്ത് വെക്കാതെ ഒരാൾ വന്നു, അയാൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഒരു അറവ് കൊടുക്കണം. ഇപ്പൊ നബിയും സഹാബത്തും ഉംറ ഉദ്ദേശിച്ച് വന്നു, ഹുദൈബിയയിൽ അവളെ തടഞ്ഞു, അവിടെ തന്നെ അർത്ഥം കൊടുക്കല്ലേ ഇത്. അതാണ് വൈനുഹ്സിർത്തും ഫമസ്തൈസറ മിനൽ ഹദീൻ, അത് വരുന്നുണ്ട്. ഒരു ഉപരോധമുണ്ടായി, നിങ്ങൾക്ക് മക്കത്ത് കടക്കാൻ പറ്റിയില്ല, അങ്ങനെ കണ്ടാവില്ല. ഇപ്പൊ കുറെ ആളുകൾ വരുന്നത് അങ്ങനെയാണ്.
ഇവിടെ ഹജ്ജ് തസ്രീഹും മറ്റുമൊക്കെ വേണം, വരാൻ പറ്റില്ല എന്നൊക്കെയുള്ള നിയമം ഉണ്ടായിട്ട് ചില ആളുകൾ അപ്പോൾ തടയാണെങ്കിൽ തടയിട്ട് വിചാരിച്ച് വരുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഷർത്ത് വെക്കാം. തടയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ തഹല്ലുല, അപ്പോൾ ഒന്നും കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ഇഹ്റാം പ്രവേശിച്ച് ജിദ്ദീന്ന് തൽബിയത്തും ചൊല്ലി വന്ന് ശുമൈശീന്ന് അങ്ങ് തടഞ്ഞ എന്നാ ഞാൻ പോകാൻ കുപ്പായ വീരാണ് പോകാൻ പറ്റൂല. അതിമുൽ ഹജ്ജ് വൽ ഉംറത്തിലില്ല, ഇറങ്ങിയാൽ പിന്നെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ അറിവ് കൊടുക്കണം. അതാണ് ഈ ഷർത്ത് വെക്കുന്നതിന്റെ ഫായിദ. അതാണ് തെറ്റാണത്. വലിയ പറഞ്ഞത് വിരോധം ചെയ്യലല്ലേ. അപ്പോൾ മെഹ്റമില്ലാത്ത പെണ്ണുങ്ങൾ ഹജ്ജ് ചെയ്യുന്ന പോലെയാണ്. ഹജ്ജ് സഹിയാവും, പക്ഷെ കുറ്റം ഉണ്ടാവും. എല്ലാവർക്കും വേണമെന്നാണ് പറയണത്. വൈദാക്കാന ഇഹ്റാമുഹു മിൻ ദിൽഹുലൈഫ മീഖാത്തി അഹ്ലിൽ മദീന, മദീനക്കാരുടെ മീഖാത്തായ ദുൽഹുലൈഫയിൽ നിന്നാണ് ഹാജ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ഫലഹു അൻ യുസല്ലിയ ഫീഹി ഖബ്ല അൽ ഇഹ്റാം, ഇഹ്റാമിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. കണ്ടോ? ഫരീളത്തൻ ഔ നാഫിലത്തൻ, ഫർളായ നിസ്കാരം ഉണ്ടെങ്കിൽ ഖസ്റാക്കിയ ളുഹർ ഖസ്റാക്കിനെ അത് നിസ്കരിച്ചാലും മതി, അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കണം. അത് മദീന മീഖാത്തിന്റെ പ്രത്യേകതയാണ്, എല്ലാ മീഖാത്തിലും ഇല്ല. എന്താ കാരണം? ലി ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാദിൽ അഖീഖ്. വാദിൽ അഖീഖ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ്, ദുൽഹലൈഫന്റെ. അവിടെ വെച്ച് റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ നബി പറഞ്ഞത്? അതാനിൽ ലൈലത ആതിം മിർ റബ്ബി, ഇന്നലെ രാത്രി എന്റെ റബ്ബിന്റെ അടുക്കൽ ഒരാൾ എന്റെ അടുക്കൽ വന്നൊരു ദൂതൻ. ഫഖാല സല്ലി ഫീ ഹാദിൽ വാദിൽ മുബാറക്, സ്വപ്നത്തിൽ വന്നതാണ്. ജിബ്രീൽ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ അനുഗ്രഹീതമായ ഈ താഴ്വരയിൽ നമസ്കരിക്കണം. വഖുൽ, എന്നിട്ട് പറയണം ഉംറത്തും ഫീ ഹജ്ജത്തിൻ എന്ന് പറയണം. ഇത് ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. വൽ ഔല അൻ യകൂന ഇഹ്റാമുഹു ഇൻദ ഇസ്തിവാഇഹി അലൽ. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാ നമ്മളൊക്കെ ഷർത്ത് വെക്കല്ലേ? ഷർത്ത് വെക്കല് എല്ലാവരും ഷർത്ത് വെക്കേണ്ട ആവശ്യം. നബി ഷർത്ത് വെച്ചിനോ? സഹാബത്ത് ഷർത്ത് വെച്ചിനോ? അജ്നബി ഇല്ലല്ലോ. ഇവർക്ക് മാത്രം അങ്ങനെ രോഗമോ മറ്റോ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു തോന്നുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഷർത്ത് വെക്കേണ്ടുള്ളൂ. എല്ലാത്തിനും ഷർത്ത് വെക്കാൻ പാടില്ല. നബി സുന്നത്തില്ല. ഇനി വല്ലൗല അൻ യകൂന ഇഹ്റാമുഹു ഇൻദ ഇസ്തിവാഇഹി അലാ മർകൂബിഹി, നമ്മൾ മീഖാത്തിൽ ചെന്ന് ഇഹ്റാം പ്രവേശിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച് വാഹനത്തിൽ കയറിയതിന് ശേഷം തൽബിയത്ത് ചൊല്ലലാണ് സുന്നത്ത്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല അഹല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇസ്തവത് ബിഹി റാഹിലതുഹു ഖായിമ, തന്റെ വാഹന മൃഗത്തിന്റെ മേലെ കയറി ഇരുന്നിട്ടാണ്. ഇപ്പോൾ വാഹനത്തുമ്മ കയറുമ്പോൾ ദുആയൊക്കെ പറഞ്ഞ് അല്ലാഹു അക്ബർ 3 വട്ടം പറഞ്ഞ് സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി സഖറലനെ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയുന്നത്. അത് ബുഖാരിയിൽ അങ്ങനെ തന്നെ ഉണ്ട്. ബാബു തഹ്മീദി വത്തസ്ബീഹി വത്തക്ബീരി ഖബ്ല അൽ ഇഹ്ലാലി ഇൻദ റുകൂബി അല ദാബ്ബ. വാഹനത്തിന്മേൽ കയറുന്ന സമയത്ത് തൽബിയത്ത് പറയുന്നതിന് മുമ്പായിട്ട് തക്ബീറും തസ്ബീഹും തഹ്മീദും ഒക്കെ പറയൽ എന്നുണ്ട്. അതിന്റെ ഷറഹിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്, ഇത് ഹദീസിൽ അങ്ങനെ ഉണ്ടെങ്കിലും ഇന്ന് ഇത് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. ആളുകൾ അവിടുന്ന് ആ പള്ളിയിൽ നിന്ന് തന്നെ ചെല്ലിയിട്ട് ബസ്സിൽ കയറിലാണല്ലോ. ബസ്സിൽ കയറി ഇന്ന് ബസ്സിൽ കയറൽ തുകയൊക്കെ ചെല്ലിയിട്ട് ശേഷമാണ് ചെയ്യേണ്ടത്. കാറിലാണ് ഈ കാറിൽ. മനസ്സിലായില്ലേ? വലാ യതജാവസുൽ മീഖാത ബിഗൈരി ഇഹ്റാമിൻ, ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കരുത്. ഹജ്ജോ ഉംറയോ ഉദ്ദേശിക്കുന്ന ആള്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാജിബാണ്. പറഞ്ഞോ? മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ വാജിബാണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ വന്നാൽ ഇവിടെ ചില ആളുകൾ എന്നെ തടയുന്നുള്ളതൊക്കെ ഞാൻ തുണിക്കുപ്പായെടുത്ത് പോകുന്നത് എന്തായി ഉണ്ട്. 2 അവസ്ഥയുള്ള, ഒന്നുകിൽ അയാൾ മീഖാത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ ഇഹ്റാം ചെയ്യണം. അതിന് പറ്റൂലെങ്കിൽ ഇവിടുന്ന് ഇഹ്റാം ചെയ്യാം. പക്ഷേ വാജിബ് വിട്ടതുകൊണ്ട് എന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം. കാരണം മീഖാത്തിനെ നിശ്ചയിച്ചപ്പോൾ നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹുന്ന ലഹുന്ന, അത് അവർക്കുള്ളതാണ്. മദീനക്കാർക്ക് ദുൽഹുലൈഫ ആ പ്രദേശത്തുകാർക്കുള്ളതാണ്. വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന, അവിടുത്തുകാരല്ലാത്ത ആളുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. മിമ്മൻ അറാദൽ ഹജ്ജ അറാദൽ ഹജ്ജവൽ അവിൽ ഉംറത, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ വരുന്ന അവരല്ലാത്തവർക്കും കൂടി ഉള്ളതാണ്. അത് നമ്മൾ മീഖാത്തുകൾ ഇരിച്ച കൂട്ടത്തിൽ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മല്ലേ? വമൻ കാന മൻസിലുഹു ബൈനൽ മീഖാത്തി വമക്ക ഫഇന്നഹു യുഹരിമു മിൻ മൻസിലിഹി വലാ യതജാവസുഹു മിൻ ഗൈരി ഇഹ്റാം. ഇനി ഒരാളുടെ താമസ സ്ഥലം മീഖാത്തിന്റെയും മക്കയുടെയും ഇടക്കാണ്.
ഉദാഹരണമായിട്ട് ഇപ്പൊ ജിദ്ദക്കാര് മീഖാത്തിന്റെ പുറത്തുമല്ല എന്നാ മക്കയിലും അല്ല, അതിന്റെ രണ്ടിന്റെ ഇടക്കാണ്. മക്കന്റെയും മീഖാത്തിന്റെ ഇടയിലാണെങ്കിൽ അയാളുടെ മീഖാത്ത് ഏതാണ്? അയാളെ വീട് തന്നെയാണ്, അവിടുന്ന് ഇഹ്റാം ചെയ്യേണ്ടത്. വലായത്ത് ജാവസുഹു മിൻ ഗൈരി ഇഹ്റാം, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇഹ്റാമിലായിക്കൊണ്ടല്ലാതെ അത് വിട്ടുകിടക്കാൻ പാടില്ല. ലിഅന്നഹു മീഖാത്തു, കാരണം അതാണ് അയാളുടെ മീഖാത്ത്. വലിയന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ വഖത്തൽ മവാഖീത വഅമറ ബിൽ ഇഹ്റാമി മിൻഹാ ഖാല, മീഖാത്തുകൾ നിശ്ചയിച്ചുകൊണ്ട് അവിടെ വെച്ച് ഇഹ്റാം ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ റസൂൽ പറഞ്ഞ വാക്കുണ്ട്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വമൻ കാന ദൂന ദാലിക ഫമിൻ ഹൈസു അൻശഹ അത്താഹലി മക്ക മിൻ മക്ക വഖദ് തഖദ്ദം. എന്നാൽ ആ മീഖാത്തിന് താഴെയുള്ള ആളുകൾ, അത് മീഖാത്തിന്റെ മക്കന്റെ ഇടയിലുള്ള ആളുകൾ, അവരെവിടുന്നാണോ ഉദ്ദേശിക്കുന്നത് അവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. മക്കക്കാർ മക്കയിൽ നിന്നാണ്. ഇഹ്റാമു അഹ്ലി മക്കത്ത ബിൽ ഹജ്ജ് യകൂനു മിൻ മക്ക, മക്കക്കാര് മക്കത്ത് നിന്ന് ഇഹ്റാം ചെയ്യണമെന്ന് പറഞ്ഞത് ഹജ്ജിനാണ്. വഅമ്മാ ഇഹ്റാമുഹും വഇഹ്റാമു മൻ ഫീഹാ മിൻ ഗൈരിഹിം ബിൽ ഉംറ ഫയകൂനു മിനൽ ഹില്ലി, അവരും അവരല്ലാത്തവരും ഇവിടെ മക്കയിൽ വന്ന് താമസിക്കുന്നവരൊക്കെയല്ലേ, അവരൊക്കെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത് എവിടുന്നാണ്? ഹില്ലിൽ നിന്നാണ്. ഹറമിന് പുറത്തുള്ള സ്ഥലത്തിനാണ് എന്താ പറയാ? ഹില്ല്. ഹറമ് ഹില്ല്, മനസ്സിലായില്ലേ? ഹറമിന്റെ ഓപ്പോസിറ്റ്. അതിനെന്താ തെളിവ്? ആയിഷ റളിയല്ലാഹു ഹദീസ്, തന്നീം പോകാൻ പറഞ്ഞത്. തന്നീം അഖ്റബുൽ ഹില്ലാണ്, ഹില്ല് ഏറ്റവും അടുത്ത സ്ഥലമാണ്. വഫീ ഇഹ്റാമി അഹ്ലി മക്കത്ത ബിൽ ഉംറത്തി മിനൽ ഹില്ലി ജംഉഹും ഫീ ഉംറത്തിഹിം ബൈനൽ ഹില്ലി വൽ ഹറം, മക്കക്കാർ ഉംറ ചെയ്യാൻ ഹില്ലിൽ പോകണം ഇഹ്റാം ചെയ്യാൻ എന്ന് പറഞ്ഞത് ഹില്ലും ഹറമും കൂട്ടി രണ്ടിലും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഹജ്ജിലും അങ്ങനെ തന്നെയാണ്. ഹജ്ജിൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് മക്കത്ത് ഇഹ്റാം ചെയ്താലും ഹറം അതിർത്തിക്ക് പുറത്തുമുണ്ട്. എവിടെ? ഹജ്ജില് അറഫ ഹറമിന് പുറത്തല്ലേ, അപ്പൊ ഹില്ലു ഹറമുമായി. അതുപോലെ ഉംറക്കും ഹില്ലു ഹറമും യോജിപ്പിക്കുക, രണ്ടും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. കമാ അന്ന ഫീ ഇഹ്റാമിഹിം ബിൽ ഹജ്ജ് മിൻ മക്ക വഖൂഫിഹിം ബിഅറഫ വഹിയ മിനൽ ഹില്ലി ജംഉഹും ബൈനൽ ഹില്ലി വൽ ഹറം, ഹജ്ജിലും അത് വരുന്നുണ്ട്, അറഫയിൽ നിൽക്കുന്നുണ്ട്. വത്തമത്തുഉ, എന്താണ് തമത്തുഉ? ഹുവ അൻ യുഹ്രിമ ബിൽ ഉംറത്തി മിനൽ മീഖാത്ത് ഫീ അശ്ഹുരിൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറക്ക് വേണ്ടി മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു. ഫയതൂഫ് വയസ്അ വയഹ്ലിഖു വയുഖസ്സിർ വയതഹല്ലൽ, ഇവിടെ വന്ന് തവാഫും സഅയും ചെയ്ത് മുടിയെടുത്ത് തഹല്ലുലാകുന്നു. പിന്നെ സാധാരണക്കാരനെ പോലെ അവിടെ താമസിക്കാണ്. ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ എല്ലാ നിലക്കും ഒരു വ്യത്യാസമില്ല. സുമ്മ യുഹ്രിമു ബിൽ ഹജ്ജ് ഫിൽ യൗമി സാമിൻ, എന്നിട്ട് ഇവിടെ താമസിക്കുന്ന ആള് ദുൽഹജ്ജ് 8 അന്ന് താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്യുന്നു. മിൻ ദിൽഹിജ്ജ ഫയഅതി ബിഅമാലിൽ ഹജ്ജ്, എന്നിട്ട് അയാൾ ഹജ്ജ് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയാ? തമത്തു ആയ ഹജ്ജ്. വഅലൈഹി ഹദിയുൻ, അയാളുടെ മേൽ ഒരു ബലി നിർബന്ധമുണ്ട്. നീ ചോദിച്ചല്ലേ ഇവിടെ താമസ സ്ഥലത്തുനിന്ന് അത് വരുന്നുണ്ട്. മദീനയിൽ പോകുന്നതുകൊണ്ട് തമത്തു മുറിയില്ല എന്നാണ് പണ്ഡിതന്മാർക്ക് പറഞ്ഞത്. അവരൊരു ഉംറയും കൂടി എടുക്കും, അത് വേറെ കാര്യം. ഒരു ഉംറയും കൂടി എടുക്കുമല്ലോ വരുമ്പോ. വഹുവ ഷാത്തുൻ ഔ സുബ്ഉ ബദനത്തിൻ ഔ സുബ്ഉ ബഖറത്തിൻ, അറവ് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞല്ലോ. അറവിന്റെ കാര്യത്തിനകത്ത് അത് ഒരാടിനെയാണ് അറവ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒട്ടകത്തറുക്കുന്നതിൽ 7-1, അല്ലെങ്കിൽ പശുവിനെ മാടിനെ കറുക്കുകയാണെങ്കിൽ അതിൽ 7-1 അറവ് എന്ന് പറയുന്നത്. ഫമല്ലം മജിദ്, ഞങ്ങൾക്ക് അതിന് കഴിവില്ല, മൊത്തമത്യായി ഹജ്ജ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് അറവ് കൊടുക്കാൻ പൈസ അല്ല. എന്നാൽ സ്വാമ സലാസ അയ്യാമിൻ ഫിൽ ഹജ്ജി, 10 നോമ്പ് വെൽക്കണം, അതിൽ 3 ഹജ്ജിന്റെ ദിവസങ്ങളിലും. വസബഅത്തിൻ ഇദാ റജഅ, നാട്ടിൽ മടങ്ങി എത്തിയിട്ട് 7 ഹജ്ജ് കഴിഞ്ഞിട്ട്. അതിന് തെളിവെന്താ? അള്ളാഹുവിന്റെ വചനമാണ്. ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി, ആരെങ്കിലും ഉംറ ചെയ്തുകൊണ്ട് ഹജ്ജ് വരെ സുഖം അനുഭവിച്ചാൽ, സാധാരണക്ക് ഓരോ സുഖമായിട്ട് ജീവിക്കല്ലോ, ഒരു തടസ്സമല്ലോ, എന്നാൽ അയാൾ സൗകര്യപ്രദമായ ഒരു ഹദി കൊടുക്കണം. ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തിൻ ഇദാ റജഅതും തിൽക 10 കാമില, ആർക്കെങ്കിലും സാധിച്ചില്ലെങ്കിൽ ഹജ്ജിൽ 3 ദിവസവും മടങ്ങിയെത്തിയിട്ട് 7 വേണം, അങ്ങനെ 10 നോമ്പ്. തിൽക 10 കാമില. ذلك لمن لم يكن أهله حاضر المسجد الحرام, ഇത് മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് ബന്ധക്കാരില്ലാത്തവർക്കാണ്. മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് താമസക്കാരുള്ള ആളുകൾക്ക് ഇത് ബാധകമല്ല. നമ്മളൊക്കെ കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റൂമെടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മക്കക്കാർക്ക് ഈ അറിവ് ബാധകമല്ല. ഇത് സൂറത്തുൽ ബഖറ 196. നേരത്തെ ചോദിച്ചില്ലേ മക്കക്കാർക്ക് എന്താ പ്രത്യേകത? മക്കക്കാർക്ക് തമത്തു ഉണ്ട്,
പക്ഷെ അവർക്ക് എന്തില്ല, അറിവ് കൊടുക്കേണ്ടതില്ല. ഇനി ഈ അറിവിനെ പറ്റി പല ആളുകളും ഫിദിയ എന്ന് പറയലുണ്ട്. ഇത് ഫിദിയ അല്ല, ഇത് ഹദിയാണ്. അതാണ് ശൈഖ് പറയുന്നത്, വഹാദദ്ദമുൽ വാജിബു അലൽ മുതമത്തിഇ വമിസ്ലിഹി അൽ ഖാരിനി. മുതമത്തിഇനും അതുപോലെ തന്നെ ഖാരിന്റെ മേലും നിർബന്ധമായിട്ടുള്ള ഈ അറിവ് ദമു ശുക്രാനിൻ, നന്ദിയുടെ ഒരറിവാണ്. ലാ ദമു ജുബ്രാൻ, എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടത് പരിഹരിക്കാനുള്ള ഫിദിയ അല്ല. അതുകൊണ്ട് ഫിദിയ എന്നതിന് പറയാൻ പാടില്ല. എന്താ പറയേണ്ടത്? ഹദി. പിന്നെ ചിലർ ഒളിയത്ത് അറിയും. ഒളിയത്ത് ഇവിടെ അല്ല, ഒളിയത്ത് നാട്ടിൽ പെരുന്നാളിന് ഇറക്കുന്നതാണ്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട അറിവിന് ഹദി എന്നാണ് പറയേണ്ടത്. വൽ മഅന, എന്താ ഇവിടെ നന്ദിയാണെന്ന് പറയാൻ കാരണം, അന്നഹു ശുക്റുൻ ലില്ലാഹി അസ്സ വജല്ല അലാ അദാഇ നുസുഖിൽ ഹജ്ജ് വൽ ഉംറത്തി ഫീ സഫരിൻ വാഹിദ്. ഒരൊറ്റ യാത്രയിൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു അയാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കലാണത്. മനസ്സിലായില്ലേ? വലൈസ ജബറൻ ലിനഖ്സിൻ, എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ സംഭവിച്ചിട്ട് പരിഹാരമല്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഖിറാൻ എന്താണ്? വൽ ഖിറാനു അൻ യുഹ്രിമ ബിൽ ഉംറത്തി വൽ ഹജ്ജ് മിനൽ മീഖാത്ത്, ഹജ്ജിനും ഉംറക്കും വേണ്ടി മീഖാത്തിൽ നിന്ന് ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക. ഫൈദാ വസല തവാഫൽ ഖുദൂം യസ്ആ ബൈന സഫ വൽ മർവ വബഖിയ അലാ ഇറാമി ഇലാ യൗമിൻ നഹർ. അയാൾ മക്കയിൽ വന്നാൽ തവാഫുൽ ഖുദൂം ചെയ്യും, അതോടൊപ്പം ഹജ്ജിന്റെ സഅയും ചെയ്യും. എന്നിട്ട് ഇഹ്റാമിൽ തന്നെ ഇരിക്കും. ഏതുവരെ? ദുൽഹജ്ജ് 10 അന്ന് വരെ. അന്നാളുടെ മുടിയെടുത്ത് തഹല്ലുൽ അവൽ. ഫയതഹല്ലലു മിനൽ ഇഹ്റാം ബഅദ റമി ജംറത്തുൽ അഖബ, ജംറത്തുൽ അഖബയിൽ എറിഞ്ഞ ശേഷം അയാൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവും. വഹൽഖി റഅസി ഔ തഖ്സീരിഹി, ഉണ്ടോ? അന്ന് മുടിയെടുക്കും. മുടി കളയുകയോ അല്ലെങ്കിൽ മുടി മുറിക്കുകയോ ചെയ്യും. വഅലൈഹി ഹദിയുൻ, അയാൾക്കും ഖാരിനും എന്തുണ്ട്? ഹദി നിർബന്ധമാണ്. കൽ മുതമത്തിഇ, മുതമത്തിഇനെ പോലെ തന്നെ. ഇനി മുഫ്രിദ്, ഇഫ്രാദായി ചെയ്യുന്ന ആളെന്താണ്? വൽ മുഫ്രിദു അൻ യുഹ്രിമ മിനൽ മീഖാത്തി ബിൽ ഹജ്ജി, അയാൾ ഹജ്ജിന് വേണ്ടിയാണ് മീഖാത്ത് ഇഹ്റാം ചെയ്യേണ്ടത്. വയഅമലു കമാ യഅമൽ ഖാരിൻ, ഖാരിന് ചെയ്യുന്നത് പോലെ തന്നെ അയാൾ ചെയ്യേണ്ടത്. വരിക, തവാഫും സഅയും ചെയ്യുക, തവാഫുൽ ഖുദൂം, പിന്നെ സഅയ്, പിന്നെ ഹജ്ജിന്റെ തവാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, സഅയ് ഉണ്ടാവില്ല. പക്ഷേ വ്യത്യാസം എന്താണ്? ഇല്ല അന്നൽ ഖാരിന അലൈഹി ഹദിയുൻ വൽ മുഫ്രിദ് ലാ ഹദിയ അലൈഹി. ഖാരിന് ബലി കൊടുക്കേണ്ടതുണ്ട്, മുഫ്രിദിന് ബലി കൊടുക്കേണ്ടതില്ല. കർമ്മങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. മക്കാര് പലരും ഇഫ്രാദായിട്ടാ ചെയ്യുക. തമത്തു ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, പക്ഷെ അറിവ് കൊടുക്കണ്ടെന്നുള്ളൂ. ആ വരുന്ന തവാഫ് തവാഫുൽ ഖുദൂമാണ്, ചെയ്യണമെന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. എന്നിട്ട് ഇഫ്രാദും അങ്ങനെ തന്നെ, തവാഫും സഅയും ആദ്യം ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടല്ല. ഇങ്ങനെ സൗകര്യം ഉണ്ടാകുമ്പോൾ എന്തിനാ ആദ്യം തന്നെ പോയി തവാഫ്, ആദ്യം വന്നിട്ട് തവാഫ് ചെയ്യുക, അതിനൊപ്പം ഹജ്ജിന്റെ സഅയും ചെയ്യുക. പിന്നെ ഹജ്ജിന്റെ തവാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, സഅയ് ഉണ്ടാവില്ല. അതാണ് ഇഫ്രാദ്. ഖിറാനും അങ്ങനെ തന്നെയാണ്. ഇനി ഏതാണ് ഉത്തമം? ഇപ്പൊ ഷാഫി മദ്ഹബ് പേർക്കൊക്കെ ഇഫ്രാദാണ് ഉത്തമം. അതുകൊണ്ടാണ് അവര് ഇപ്പോ ചോദിച്ചാൽ പറയും ഞങ്ങൾ ഉംറക്ക് വന്നാണ് അറിയും, ഹജ്ജിനെന്ന് അറിയില്ല. എന്നിട്ട് മദീനത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്തിട്ട് പിന്നെ മദീനത്ത് ഒരു സഫർ പോയാൽ തമത്വം മുറിഞ്ഞു, പിന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഹജ്ജിന് വരുന്ന പോലെ വരികയാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇഫ്രാദ്. അവരുടെ മദ്ഹബിൽ ഇഫ്രാദാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ തെളിവുകളുടെ പിൻബലമുള്ളത് തമത്വമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് ശൈഖ് അതാ പറയുന്നത് ഇവിടെ. വഅഫ്ളലുൽ അൻസാക്കി അത്തമത്വ, ഈ 3 എണ്ണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? തമത്വആണ്. لأن أصحاب رسول الله صلى الله عليه وسلم الذين حجوا معه منهم من أحرم بعمرة ومنهم من أحرم بحج ومنهم من أحرم بحج مع عمرة. നബിയുടെ കൂടെ ഹജ്ജിന് വന്ന സഹാബികൾ, അവരുടെ കൂട്ടത്തിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവരുണ്ടായിരുന്നു, ഹജ്ജിന് ഇഹ്റാം ചെയ്തവരുണ്ടായിരുന്നു, ഹജ്ജിനും ഉംറക്കും കൂടി ഇഹ്റാം ചെയ്തവരുണ്ടായിരുന്നു. വലമ്മാ വസലു ഇലാ മക്കത്ത അമർ സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമൻ കാന ഖാരിനൻ ഔ മുഫ്രിദൻ വലം യകുൻ സാഖ ഹദിയൻ അൻ യഫ്സഖ ഇഹ്റാമഹു ഇലാ ഉംറത്തിൻ ഫയകൂന മുതമത്തിഅ. അങ്ങനെ അവർ മക്കയിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാരിനായും ഇഫ്രാദായും ഇഹ്റാം ചെയ്ത എല്ലാവരോടും കൽപ്പിച്ചു. പക്ഷേ ബലിമൃഗം കൊണ്ടുവരാത്തവരോട് അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളെ ഇഹ്റാം നിങ്ങൾ ഉംറയിലേക്കാക്കി ദുർബലപ്പെടുത്തണം, ഹജ്ജിന്റെ ദുർബലപ്പെടുത്തിയിട്ട് ഉംറയിലേക്കാക്കണം. അങ്ങനെ എല്ലാവരും തമത്തു ആകണം എന്ന് പറഞ്ഞു. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുർഷിദു ഇല്ലാ ഇലാ മാ ഹുവൽ അക്മലു വൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും സമ്പൂർണമായ ഒരു കാര്യത്തിലേക്കുമല്ലാതെ റസൂൽ എന്ത് ചെയ്യൂല, നമുക്ക് ഇർഷാദ് നൽകുകയില്ല, മാർഗനിർദ്ദേശം നൽകൂല.
വലമ്മ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിനൻ സായിഖനിൽ ഹദിയ ബഖിയ അലാ ഇഹ്റാമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനായിട്ടാണ് ഇഹ്റാം ചെയ്തിരുന്നത്. പക്ഷെ നബി ബലിമൃഗം കൂടെ കൊണ്ടുവന്നതുകൊണ്ട് നബിക്ക് അത് ഉംറയാക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇഹ്റാമിൽ തന്നെ നിന്നു. ഫറാജഅഹു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഫീ ദാലിക. എന്താ നബി നിങ്ങൾ ചെയ്യാത്തത് എന്ന് സഹാബികൾ പലരൊക്കെ ചോദിച്ചു. കാരണം അവർക്ക് ഹജ്ജിന്റെ മാസങ്ങൾ ഉംറ ചെയ്യുന്നത് ഭയങ്കര വിഷമാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു, എനിക്ക് പിന്നീട് അറിഞ്ഞ കാര്യം മുമ്പേ തന്നെ അറിയുമായിരുന്നുവെങ്കിൽ മാ ഹുദൈതു, നിങ്ങളൊക്കെ എങ്ങനെയാവുന്ന ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. എന്ത് ഈ ഹദിയ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. വലൗല അന്ന മഅയൽ ഹദിയുൽ അഹ്ലൽതു, എന്റെ കൂടെ ഈ ബലിമൃഗം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തഹല്ലുലാകുമായിരുന്നു. അപ്പൊ എനിക്ക് ഖൈബറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഖൈബറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഹദിയ കൊണ്ടുവന്നു. ആ നബി ഖിറാനായിട്ടാ ചെയ്തത്. അതുകൊണ്ട് ചില ആളുകൾ നബി ഇത് ഖിറാനാണ് അതാ അഫ്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ അഫ്ളൽ അത് തന്നെയാണ്. പക്ഷെ എന്റെയൊക്കെ ഈ ബലിമൃഗം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വദഹബ ബഅദു അഹ്ലിൽ ഇൽമി ഇലാ വുജൂബി തമത്തുഇ, എന്നാൽ ഈ കാലത്ത് എല്ലാവരും തമത്തുആയി ചെയ്യൽ നിർബന്ധമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. വദഹബൽ ജുംഹൂർ ഇലാ അദമിൽ വുജൂബ്, ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു വാജിബല്ല, അഫ്ളലാണെന്ന് പറയാം. لأن الخلفاء الراشدين أبا بكر وعمر وعثمان رضي الله عنهم كانوا يهلون بالإفراد. മൂന്ന് ഖലീഫമാരും ഇഫ്രാദായിട്ടാണ് ചെയ്തിരുന്നത്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ. വലൗ ഫഹിമു അന്ന അംറ റസൂൽ ബിഫസ്ൽ ഹജ്ജ് ഇലൽ ഉംറത്തി യദുല്ലു അലാ വുജൂബി തമത്തുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് നിങ്ങളെ ഹജ്ജിന്റെ ഇഹ്റാം ദുർബലപ്പെടുത്തിയിട്ട് ഉംറയിലേക്ക് മടങ്ങണം എന്ന റസൂലിന്റെ കൽപ്പന വാജിബിനാണ് എന്ന് സഹാബികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലമാ അദലു അന്നിലാ ഗൈരി, ഒരിക്കലും ഇഫ്രാദ് ചെയ്യുമായിരുന്നില്ല. വയദുല്ലു ലി ബഖായി ഹുക്മിൽ ഖിറാനി വൽ ഇഫ്രാദ് ഇഖ്ബാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഹിലാൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഫി ആഖിരി സമാൻ. ഈസ അലൈഹി സ്വലാം വരുമല്ലോ അവസാനം, അപ്പൊ അദ്ദേഹം ഹജ്ജിന് വരും. അദ്ദേഹം ബഅദ നുസൂലി മിനസ് സമാ, ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് 1/3 ചെയ്യാന്നുള്ളത്. മുസ്ലിമിന്റെ ഹദീസിൽ അങ്ങനെയാണ്. ഹൻദലത്തുൽ അസ്ലമി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുകയാണ്. എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലയുഹില്ലന്ന ഇബ്നു മറിയം ബി ഫജ്ർ റൗഹ, ഫജ്ർ റൗഹാഹിൽ വെച്ചിട്ട് അദ്ദേഹം ഇഹ്റാമിൽ പ്രവേശിക്കും. ഹാജൻ, ഒന്നുകിൽ ഹജ്ജിന് മാത്രമായിട്ട് മുഫ്രിദായിട്ട്, ഔ മുഅ്തമർ, അല്ലെങ്കിൽ ഉംറക്ക് മാത്രമായിട്ട്, ഔ ലിയസ്നിയന്നഹുമ, അല്ലെങ്കിൽ രണ്ടിനും കൂടിയായിട്ട്. അപ്പൊ 3 ഉണ്ട് അവസാന കാലം വരെ അതിൽ നിന്ന് കിട്ടും. അപ്പോ തമത്തു തന്നെ പാടുള്ള ഈ കാലത്ത് എന്ന് പറയാൻ പറ്റൂല, തമത്തു ആണ്. പിന്നെ ഖലീഫമാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചാല് തമത്തു പറഞ്ഞാൽ പിന്നെ ആളുകൾ ഹജ്ജിന്റെ സമയത്ത് വരും, ഒരു ഉംറ ഹജ്ജെടുത്താണ് പോകും, പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല മക്കത്ത്. അതുകൊണ്ട് എല്ലാ കാലവും ആളുകളെ കഅബത്തിൽ വന്നു പോകാൻ വേണ്ടിയിട്ട് ഹജ്ജിന് ഹജ്ജ് മാത്രം, ഉംറക്ക് വേറെ സമയത്ത് എന്ന് വെച്ചു എന്നാണ് അവരുടെ ഇജ്തിഹാദാണത് ഖലീഫമാരുടെ. അതുകൊണ്ടാണ് ശാഫി മദ്ഹബ് എന്ത് പറയണത്, ഇഫ്രാദാണ് അഫ്ളൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ പാടില്ല. അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ വജ്ഹുണ്ട്. ഫിഖഹിയായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ 2 ഭാഗത്തും വ്യാഖ്യാനപരമായ വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്ന് ചിലതൊക്കെ നമുക്ക് മനസ്സിലാണില്ലേ. അപ്പോ തമത്തു ചെയ്യണോ മറ്റോലെ ആക്ഷേപിക്കുക, ഇഫ്രാദ് ചെയ്യണോ മറ്റോ ആക്ഷേപിക്കേണ്ട ആവശ്യമല്ല. പക്ഷെ ഇപ്പോ 5 ദുൽഹജ്ജ് 5 മക്കത്തിന് പോരണം, അല്ല മദീനത്തിന് പോരണം. ഇതെന്താ മുസ്ലിയാക്കന്മാർ ചെയ്യുക, ആളുകളോടൊക്കെ ഇഫ്രാദിന് ഇറാൻ ചെയ്തിട്ട് പോരാൻ പറയും. എന്നിട്ട് ഇവിടെ അങ്ങനെ ഒന്ന് അതിഥിയെ കുത്തിരിക്കന്നെ ഇഹ്റാമിൽ തിരിക്കുക. ദുൽഹജ്ജ് 10 അന്ന് വരെ 5 ദിവസം എന്തൊരു ഇടങ്ങേറ, തല ഉറക്കാൻ പാടില്ല. അപ്പൊ അത് അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയിപ്പോ തമത്തു മുറിഞ്ഞു എന്ന് തന്നെ വെച്ചോ, പോലെ കണക്കനുസരിച്ച് തമത്തു മുറിഞ്ഞാൽ തന്നെ ഒരു ഉംറ എടുത്താൽ പോരെ. മക്കത്തുനിന്ന് 5 വന്നാൽ എന്താ, 5 വന്ന ഇവിടെ എത്തിയില്ലേ, 5 വൈകുന്നേരത്തോടെ എത്തിയില്ലേ, 6, 7 ഒക്കെ പിന്നെയുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഉംറ ചെയ്ത് തഹല്ലുലായാൽ മതി, മുടി വടിക്കണ്ട, മുടി മുറിച്ചാൽ മതി. കാരണം പിന്നെ മുടി മുളക്കാൻ സമയമില്ലല്ലോ. അപ്പൊ തമത്തു അഫ്ളലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രശ്നമല്ല. പിന്നെ 60 ഒഴിവായി കിട്ടും ചെയ്യും. അപ്പൊ ആളുകൾക്ക് അതൊരു 450 ലാഭം എന്നുള്ള അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഇനി കേട്ടോളൂ, വൽ ഖാരിൻ വൽ മുഫ്രിദ് ഇദാ സാഖാ മഅഹുമാ ഹദിയൻ ഔ ഹമലാഹു ഫീ സയ്യാറതിഹിമാ. ഖിറാനും ഇഫ്രാദുമായി ഹജ്ജ് ചെയ്യുന്നവർ അവരെ കൂടെ ഇങ്ങനെ കയറിട്ട്, വലിമൃഗത്തിൽ കയറിട്ട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്.
എന്നാൽ ബഖയ അലാ ഇഹ്റാമിഹിം അന്നിപ്പോ അതിന്റെ കയറും പിടിച്ചു പോരലാണ്, ഇന്നിപ്പോ വണ്ടിയിലിട്ട് കൊണ്ടുവരലാണ്. 5 ആളുണ്ടെങ്കിൽ 5 ആടും കൊണ്ടുവന്നു ഒപ്പം അറമുകൊണ്ട് വരുമ്പോ. എന്നാൽ അവർ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു. ഖിറാനും ഇഫ്രാദും ചെയ്ത ആളുകൾ അപ്പോ ഇഫ്രാദായ ഹജ്ജിനും അറിവുണ്ട്, സുന്നത്തുണ്ട്, നിർബന്ധമല്ലാന്നേ ഉള്ളൂ. ഉംറക്ക് വരെ ഉണ്ടല്ലോ, ഉംറക്കും വേണമെങ്കിൽ അറിവ് കൊടുക്കാലോ. അപ്പൊ ഖിറാനായിട്ടും ഇഫ്രാദായിട്ടും ചെയ്യുന്ന ആളുകള് ഹറം അതിർത്തിക്ക് പുറത്തുനിന്ന് വരുമ്പോ കൂടെ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. ഏതുവരെ? യൗമുൻ നഹർ വരെ. വഹുവല്ലദീ ഫഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജതിഹി. റസൂലുള്ള അങ്ങനെ ചെയ്തത്. റസൂൽ 4 ഇവിടെ എത്തിയാണ്. എന്നിട്ട് എത്ര ദിവസം ബീറാൻ ചെയ്ത അവിടുന്ന് മദീനത്തുനിന്ന് നടന്ന് പോരല്ലേ. ഇന്നത്തെ മാതിരി 4 പോന്നാൽ 4 എത്തൊന്നുമില്ലല്ലോ, നടന്നു പോരല്ലേ, ദിവസങ്ങൾ യാത്രയിട്ടാ വരുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത് ഇവിടെ വന്നിട്ട് ആര് അന്ന് ദുൽഹജ്ജത്തിന്റെ അന്ന് ഖുദൂബാൻ ആദ്യത്തെ ചെയ്യുന്ന തവാഫിനാണ് എന്ത് പറയാ, ഖുദൂബിന്റെ തവാഫ്. അപ്പൊ നിങ്ങൾ ഖിറാനല്ല, നിങ്ങൾ ഇഫ്രാദല്ലല്ലോ. അപ്പോ ഉംറ ആദ്യമായിട്ട് ബന്ധമില്ലാത്ത ഉംറയല്ലേ, നിങ്ങൾ ഇഫ്രാദല്ലേ ചെയ്യണത്. നിങ്ങൾ റമദാനിന് ശേഷം ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തമത്തിയാണ്, ഇഫ്രാദല്ല. റമദാന് മുമ്പാണെങ്കിലേ ഇതായിട്ട് ബന്ധമില്ലാത്താവുള്ളൂ. വൈദാലം യസൂഖാഹു ഔ യഹ്മിലാഹു. അങ്ങനെ വലുമൃഗത്തെ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഫൽഅഫ്ളലു ഫീ ഹഖ്ഹിമാ ഫസ്ഖു ഇഹ്റാമിഹിമാ ഇലാ ഉംറത്തിൻ. അവർക്ക് 2 കൂട്ടർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവരെ ഇഹ്റാം ദുർബലപ്പെടുത്തിയിട്ട് അത് ഉംറയാക്കലാണ്. ലിമാ തഖദ്ദമ മിൻ അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നമ്മൾ നേരത്തെ കണ്ടല്ലോ സഹാബിമാരോട്. അതുകൊണ്ട് വൽ മുഅ്തമിറു ഇദാ സാഖ ഹദിയൻ ഔ ഹമലഹു ഫി ഗൈരി അശ്ഹുരിൽ ഹജ്ജ് ഔ ഫി അശ്ഹുരിഹി വലം യൻവി ഹജ്ജൻ നഹറ ഹദിയ ഇദാ അതമ ഉംറതഹു. ഉംറക്ക് വരുന്ന ഒരാൾ ഒരു ബലിമൃഗത്തെയും കൊണ്ടുവന്നു, കയറിട്ട് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഹറമിന് പുറത്ത് വരുന്ന ആൾ കൊണ്ടുവന്നു. ഔ ഹമലഹു അല്ലെങ്കിൽ വണ്ടിയിലിട്ട് കൊണ്ടുവന്നു. അത് ഹജ്ജിന്റെ മാസങ്ങളല്ലാത്ത മാസങ്ങളിലാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെയാണ്. പക്ഷെ അയാൾ ഹജ്ജ് ഉദ്ദേശിച്ചിട്ടില്ല, ഉംറ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഉംറ കഴിഞ്ഞ ഉടനെ തന്നെ അതിന് അർത്ഥ കൊടുക്കണം. നെഹറ ഹദിയഹു. ഇവിടെ ഹറമിലുള്ള പാവങ്ങൾക്കാണ് എല്ലാ അറവും ഇവിടെയാണ്. ഞങ്ങൾ പാകിസ്ഥാനിൽ അർത്താൽ പോരെ, ഓരോരുത്തർ വന്നിട്ട് അവിടെ കുറേ പാവങ്ങളുണ്ട്, അവിടേക്കിറങ്ങി അർത്തെടുത്താൽ പോരെ. മലപ്പുറത്തങ്ങ് അർത്താൻ പറ്റൂല, ഇവിടെ തന്നെ ഇറക്കണം. ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും ഹറമിൽ തന്നെ ഇറക്കണം. അറ മുതിർത്തിക്കുള്ളിൽ തന്നെ അറുത്തിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് കൊടുക്കണം. ഇവിടെയുള്ള പാവം എന്ന് പറഞ്ഞാൽ മുഖീമ്യങ്ങളാകാം, ഹജ്ജിനൊന്നോലാകാം, ഉംറക്കൊന്നോലാകാം, ആരും ആകാം, ഹറമിലുണ്ട്. മനസ്സിലായില്ലേ? ഈ ബന്ധപ്പെട്ടത് ഇവിടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇവിടെ ആവശ്യം കഴിച്ച് ബാക്കിയാകുകയാണെങ്കിൽ അതൊക്കെ അധികം ഇവിടെ തന്നെ ചെലവാക്കലാണ്. لأن النبي صلى الله عليه وسلم ساق الهدي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിമൃഗത്തെ കൊണ്ടുവന്നിരുന്നു. ഫി ഉംറത്തുൽ ഹുദൈബിയ. ഹുദൈബിയയിൽ ഉംറക്ക് വരുമ്പോൾ വസദ്ദഹുൽ മുശ്രികൂന അൻ ഇത്മാമി ഉംറതിഹി. ഉംറ പൂർത്തിയാക്കാൻ കഴിയാതെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു. ഫനഹറ ഹദിയഹു ഫിൽ ഹുദൈബിയ. അങ്ങനെ ഉപരോധമുണ്ടായാൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിവ് കൊടുക്കണല്ലോ. അവിടെ ഹുദൈബിയയിൽ വെച്ച് തന്നെ അറുത്ത് കൊടുത്തു. അതിന്റെ നിയമം അതാണ്, എവിടെ വെച്ചാ തടസ്സം ഉണ്ടായത് അവിടുന്ന് ഇറക്കുക എന്നുള്ള, എന്നിട്ട് ഒഴിവാകുക. പിന്നെ ഹറമിലേക്ക് വരണമെന്നൊന്നുമില്ല. വൈദാ ഹറമ ബിൽ ഉംറത്തി മുതമത്തിഅൻ വഖദ് സാഖൽ ഹദിയ ഔ ഹമലഹു. എന്നാൽ ഒരാൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത് മുതമത്തി ആയിക്കൊണ്ട് അയാൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ നയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അഹ്റമ ബിൽ ഹജ്ജ് മഅൽ ഉംറ. എന്താ ചെയ്യേണ്ടത്? ഒരാൾ ഉംറക്ക് മുതമത്തി ആയിട്ട് ഇഹ്റാം ചെയ്ത് ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് ഉംറക്ക് ഒപ്പം അയാൾ ഇഹ്റാം ചെയ്യാണ് വേണ്ടത്. അതായത് ഖാരിനാവും അയാൾ. വബഖിയ അലാ ഇഹ്റാമിഹി ഇലാ യൗമിൻ നഹർ. അയാൾ യൗമിൻ നഹർ വരെയും ഇഹ്റാമിൽ ബാക്കിയാണ്. കമാ ദല്ല അലൈഹി ഹദീസു ആയിഷ റളിയല്ലാഹു അൻഹ ഫി ദാലിക. ആ വിഷയത്തിൽ ആയിഷ ബീവിന്റെ ഹദീസ് അതാണ് അറിയിക്കുന്നത്. ഇനി കുട്ടികളുടെ വിഷയം ഞാൻ അടുത്ത് പറയാൻ പോണത്. വൈദാ കാന മഅർ റജുലി വൽ മർഅത്തി സബിയ്യുൻ ലം യബ്ലുഗ്. പ്രായപൂർത്തിയെത്താത്തൊരു കുട്ടിയുണ്ട് ഹജ്ജിന് വരുന്ന ആണിന്റെ ഒപ്പം അല്ലെങ്കിൽ പെണ്ണിന്റെ കൂടെ. എന്നാൽ ഫലഹുമാൻ യഹുജ്ജ ബിഹി. ആ കുട്ടിയെ കൊണ്ട് അവർക്ക് ഹജ്ജ് ചെയ്യൽ അനുവദനീയമാണ്.
വയത്താമിറാബിഹി കുട്ടിയെ കൊണ്ട് ഉംറ ചെയ്യലും അനുവദനീയാണ്. വമിഥുൽ ജാരിയത്തു സഗീറ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ. ഫൈൻകാന മുമയ്യസൻ അഹ്റമ ബിഇദ്നിഹിമ ഇനി കുട്ടി വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടി അവന് ഇഹ്റാമിൽ പ്രവേശിക്കാം. സല്ലി റക്അത്തൈൻ തഹിയ്യത്തുൽ മസ്ജിദ് ഖബ്ല അൽ ജുലൂസ്. ഫൈൻകാന മുമയ്യസൻ അഹ്റമ ബിഇദ്നിഹിമ കണ്ടോ, കുട്ടി വകതിരി വെത്തിയ കുട്ടിയാണെങ്കിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കാം. വൈൻകാന ഗൈറ മുമയ്യസിൻ ഇനി കുട്ടി വകതിരി വെത്താത്ത കുട്ടിയാണെങ്കിലോ അഹ്റമ അൻഹു അവർ രണ്ടുപേരും, അത് വാപ്പയും ഉമ്മയും ആരാ കൂടെയുള്ള ആണും പെണ്ണുണ്ടാവുമല്ലോ, അവര് കുട്ടിക്ക് വേണ്ടി ഇഹ്റാമിന്റെ നിയത്ത് ചെയ്യണം. വനവയ അൻഹു കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണ്, പക്ഷേ ഇഹ്റാമൊക്കെ മാറ്റി കൊടുക്കും. നിയത്ത് അറിയേണ്ടത് കുട്ടിക്ക് വകതിരിവില്ലല്ലോ, തമീസ് എത്തിയിട്ടില്ലല്ലോ, ഉപ്പയോ ഉമ്മയോ ആരോ ഒപ്പുള്ള അവർ ചെയ്യണം. മനസ്സിലായില്ലേ? വലൈസൽ ഇഹ്റാമു ബിസ്സബിയ്യി വൽ ജാരിയത്തി വാജിബൻ അലാ വലിയുമ. എന്നാൽ കുട്ടികളെ കൊണ്ടുവന്നാൽ ഹജ്ജിനും ഉംറക്കും വരുമ്പോൾ നിർബന്ധമായും കുട്ടികൾ ഇഹ്റാം ചെയ്യിക്കണം എന്നുണ്ടോ? ഇല്ല. കുട്ടിയെ ഇഹ്റാം ചെയ്യിച്ച ബുദ്ധിമുട്ടാണ്, ഇവർക്കും ബുദ്ധിമുട്ടാണ്. ഇഹ്റാമിന്റെ നിയമമൊക്കെ പാലിക്കേണ്ട ഈ കുട്ടിനെ കൊണ്ട് പാലിക്കുക, അതൊക്കെ ഉത്തരവാദിത്തം ഇവർക്കല്ലേ. അപ്പൊ അതങ്ങനെ വാജിബാണെന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. കൂടെ കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഇഹ്റാം ചെയ്യിക്കൽ വാജിബ്, അങ്ങനെ വാജിബില്ല. ഫലൗലം യഫ്അൽ ഫഇന്നഹു ലാ ശൈഅ അലൈഹി ഒരാളത് ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്കൊരു കുറ്റമല്ല. വൽ ഹജ്ജ് വൽ ഉംറത്തു മിനസ് സഗീരി ഇദാ അതാ ബിഹിമാ നഫലുൻ ലഹു. കണ്ടോ, ഹജ്ജും ഉംറയും ഒരു കുട്ടി ചെയ്താൽ അത് ആ കുട്ടിക്ക് നഫലാണ്, സുന്നത്താവുള്ളൂ. ലാ യജ്സി അൻ ഹജ്ജത്തുൽ ഇസ്ലാം ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജിനത് മതിയാവുകയില്ല. വൽ യജിബു അലൈഹിൽ ഹജ്ജ് വൽ ഉംറത്തു ബഅദൽ ബുലൂഗ് ആ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്, ചെറുപ്പത്തിൽ ചെയ്ത ഹജ്ജ് മതിയാവില്ല. വഖദ് തഖദ്ദമത്തിൽ അദില്ലത്തു അലാ ദാലിക ഫീ ശുറൂത്തിൽ ഹജ്ജ് വൽ ഉംറ ഹജ്ജിന്റെ ഉംറയുടെ ഷർത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബുലൂഗ്, ഓർമ്മല്ലേ പ്രായപൂർത്തി എത്രയാണ്. വൈദാലം യഖദിരി സബിയ്യു വൽ ജാരിയത്തു അലാ റമിയിൽ ജിമാരി ജംറകൾ എറിയാൻ കുട്ടിക്ക് കഴിവില്ലെങ്കിൽ റമാ അൻഹുമാ വലിയുഹുമാ അവരെ വലിയ കുട്ടികൾക്ക് വേണ്ടി എറിയാം. ഖാല ഇബ്നുൽ മുൻദിർ ഫിൽ ഇജ്മാഅ് വഅജ്മഉ അലാ അന്ന സബിയ്യ അല്ലദീ ലാ യതിഖു റമി അന്നഹു യുർമാനു എറിയാൻ കഴിയാത്ത കുട്ടിക്ക് വേണ്ടി മറ്റേയാൾ ബന്ധപ്പെട്ടവർ എറിയാം എന്നതിൽ ഇജ്മാ ഉണ്ട്. വയത്തി സബിയ്യു വൽ ജാരിയത്തു ബിമാ യഅതി ബിഹിൽ കിബാർ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ചെറിയ കുട്ടികൾ വലിയൊരു ചെയ്യുന്നതൊക്കെ ചെയ്യണം. വയുംനഅനി മിമ്മാ യുംനഅ മിൻഹുൽ കിബാർ ഇഹ്റാമിന്റെ മഹ്ദൂറാത്തൊക്കെ വലിയവർക്ക് എന്തൊക്കെ പാടില്ല എന്തോ അതൊക്കെ കുട്ടികൾക്കും പാടില്ല. വൈദാ താഫ ബിഹിമാ വലിഹുമാ മഹ്മൂലൈനി ഔ സഅ ബിഹിമാ മഹ്മൂലൈനി ഫയൻവിൽ ഹാമിലു അൻ നഫ്സിഹി അന്നഹു തായിഫുൻ ഔ സായിൻ എന്നാൽ കുട്ടിയെ വഹിച്ചുകൊണ്ട് വലിയ തവാഫ് ചെയ്യുക സഅയ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ കുട്ടിയെ എടുത്ത ആള് അയാൾ എന്ത് ചെയ്യണം, ഈ കുട്ടിക്ക് വേണ്ടിയും നിയ്യത്ത് ചെയ്യണം. അല്ല, വേറെ ചെയ്യണമെന്നില്ല, രണ്ട് ഒരു നിയ്യത്ത് മതി. അതാണ് ചെയ്യുന്ന ആളുകൾ. ഫയൻവിൽ ഹാമിലു അൻ നഫ്സിഹി അന്നഹു തായിഫുൻ ഔ സായിൻ വയൻബി അനിൽ മഹ്മൂലി അയ്ളൻ അന്നഹു തായിഫുൻ ഔ സായിൻ തനിക്ക് വേണ്ടിയും താൻ വഹിച്ച കുട്ടിക്ക് വേണ്ടിയും വേറെ വേറെ നിയ്യത്ത് ചെയ്യണം.